എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിന്റെ അനാസ്ഥയെ തുടർന്ന് ഭാര്യയ്ക്ക് അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാതെ വിദേശത്ത് മരണപ്പെട്ട നമ്പി രാജേഷിന്റെ മൃതദേഹം അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇപ്പോൾ മൃതദേഹവുമായി ബന്ധുക്കൾ എയർ ഇന്ത്യ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിക്കുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ അനാസ്ഥയെ തുടർന്നാണ് അവർക്ക് ആ കുടുംബത്തിന് രാജേഷിനെ കാണാനായി മസ്കറ്റിലേക്ക് പോകാൻ കഴിയാതിരുന്നത്. തുടർന്ന് അവസാനമായി ഭാര്യ അമൃതയ്ക്ക് ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല, മരണം സംഭവിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചേരുകയാണ്. നൃപൻ, അന്നും വലിയ രോഷം ഈ സംഭവത്തിൽ ഉയർന്നതാണ്. നമ്മളൊക്കെ ഏറെ സങ്കടത്തോടെയും രോഷത്തോടെയുമാണ് ആ വാർത്ത കേട്ടത്. ആ കുടുംബത്തിന് അവരുടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണാനായി വിദേശത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ മാത്രം ഒരു ഏറ്റവും മോശപ്പെട്ട സമീപനത്തിന്റെ ഭാഗമായി ഇപ്പോൾ വലിയ പ്രതിഷേധം ഇരമ്പുകയാണോ? മൃതദേഹം വച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയാണോ ബന്ധുക്കൾ? തീർച്ചയായും മനു, എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥ കാരണം ഒരു ജീവൻ, നമ്പി രാജേഷിന്റെ ജീവൻ പൊലിഞ്ഞത് വലിയ തരത്തിൽ വിഷമവും ഉണ്ടാക്കുന്നത് സങ്കടകരമായ വാർത്തയായിരുന്നു. ആ ബന്ധുക്കൾ ഈ കാര്യത്തിൽ വലിയ രോഷമാണ് രേഖപ്പെടുത്തിയത്. ഈ നമ്പി രാജേഷ് അവിടെ ഈ മസ്കറ്റിൽ തളർന്ന് വീഴുകയായിരുന്നു. ഭാര്യയെ അറിയിച്ചു ബന്ധുക്കൾക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഭാര്യ അമൃത അങ്ങോട്ട് തിരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. പക്ഷെ പെട്ടെന്ന് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമരവും മാനേജ്മെന്റ് കെടുകാര്യസ്ഥ കാരണം അമൃതയ്ക്ക് അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് നമ്പി രാജേഷ് അവിടെ മരണപ്പെട്ടത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. ബന്ധുക്കൾ ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈഞ്ചക്കലിലെ ഓഫീസിൽ മൃതദേഹം കൊണ്ടുവന്ന് വച്ച ശേഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത്, അടുത്ത ബന്ധുക്കളൊക്കെ പറയുന്നത്, നീതി കിട്ടുന്നത് വരെ തങ്ങൾ സമരം തുടരും. കാരണം തങ്ങളുടെ ഈ പറയുന്ന സഹോദരൻ മരിക്കാൻ കാരണമെന്ന് പറയുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ്. അങ്ങനെ സമരവോ പ്രതിഷേധമോ ഉണ്ടായാൽ ടിക്കറ്റ് പെട്ടെന്ന് വിമാനങ്ങൾ റദ്ദാക്കുക, സർവീസുകൾ റദ്ദാക്കുക, അത് കാരണമാണ് പാവപ്പെട്ട യാത്രക്കാർ ദുരിതത്തിലായത്. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റിന് തന്നെയാണ് എന്നതാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്. എയർപോർട്ടിൽ അല്പം മുമ്പാണ് നമ്പി രാജേഷിന്റെ മൃതദേഹം കൊണ്ടുവന്ന് എത്തിച്ചത്. അവിടെ നിന്ന് നേരെ കരമന നെടുങ്കാടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷെ പൊടുന്നനെയാണ് ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി വന്ന വാഹനം ഈഞ്ചക്കലിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിൽ മുന്നിൽ എത്തിച്ചത്. പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിലെ ജീവനക്കാരൊന്നും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴും ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഒറ്റ നിമിഷം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ സംസാരിക്കണം. നമുക്കൊന്ന് കേട്ടതിന് ശേഷം തിരികെ വരാം. ക്യാൻസൽ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും അങ്ങനെ പറയണോ, ഞങ്ങളുടെ കമ്പനി എല്ലാം അങ്ങനെ പറയണം. നല്ലൊരു കാര്യം പോലും അവർ ഈ ഇപ്പോഴത്തെ മാനേജർ പറയുന്നില്ല ഈ നിമിഷം വേണ്ടി. അതുകൊണ്ട് ഞാൻ അവിടെ പ്രതിഷേധിക്കുകയാണ്. കമ്പനി അല്ലാന്നാണ് പറയുന്നത്. അവരെ കമ്പനി അല്ല. എന്ത് കാരണം അവർ പറയുന്നത്? ഒരു കാരണം അവർ പറയുന്നില്ല. വേറെ ഒരു കാരണം പറഞ്ഞു. ഞങ്ങളൊരു ബന്ധമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ എയർ ഇന്ത്യ എന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാ വിളിക്കുന്നത്? അതായത് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യാത്ര മുടങ്ങിയതുമായി ബന്ധപ്പെട്ടോ നമുക്ക് യാതൊരു പങ്കുമില്ലെന്നാണ് അവർ പറയുന്നത്. ഒരു പങ്കുമില്ലെന്നാണ് പറയുന്നത്. ടിക്കറ്റ് എടുത്തൊരു ബന്ധം പിന്നെ എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വേറെ കമ്പനി ഫ്ലൈറ്റിലെന്തൊക്കെ പോകുന്നത്. അതൊരു തീരുമാനം ഉണ്ടാവാതെ ഞാൻ ഇവിടെ എഴുന്നേൽപ്പില്ല. എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവാം. എന്നാലും ഞാൻ ഇവിടെ എഴുന്നേൽപ്പില്ല. അവർ പറയട്ടെ. നൃപൻ, ഇതാ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അടുത്ത ബന്ധുവാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അതായത് അവർ ഈ എയർ ഇന്ത്യ മാനേജ്മെന്റ് ഇപ്പോൾ പറയുന്നത് ഈ സംഭവമായിട്ട് അവർക്കൊരു ബന്ധമില്ല, മരണത്തിനോ യാത്ര മുടങ്ങിയതിനോ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന നിലപാടാണ് എയർ ഇന്ത്യ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, ഫ്ലൈറ്റ് കൃത്യമായിട്ട് ഓടാണ്ടിരുന്നത് നാട്ടുകാരുടെ കുഴപ്പമല്ലല്ലോ, അവരുടെ പ്രശ്നമാണല്ലോ. പിന്നെ എങ്ങനെ അവർക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാനേജ്മെന്റിന് ഒഴിയാൻ കഴിയും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? തീർച്ചയായും മനു, ബന്ധുക്കളുടെ ചോദ്യം ന്യായമാണ്. കാരണം ഇത്തരം സർവീസിന് അടിയന്തരമായി വിമാനയാത്രയിൽ സർവീസ് പ്രത്യേകിച്ച് ഇത് മരണപ്പെട്ടു, ഒപ്പം തന്നെ തൊഴിൽ സാഹചര്യത്തിൽ വിസ ഒക്കെ ക്യാൻസലായി അവസാന നിമിഷം ഇവിടെ നിന്ന് കയറുന്നവരാണ് പല യാത്രക്കാരും, ഗൾഫിലേക്ക് പോകുന്ന പല യാത്രക്കാരും. അവിടെ എന്തെങ്കിലും ആ തൊഴിലാളികളെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് ശമ്പള പ്രശ്നമോ അവരുടെ അലവൻസിന്റെ പ്രശ്നമോ അവർ ബന്ധപ്പെട്ട് ആ പണിമുടക്കിന് ആഹ്വാനം ചെയ്താൽ അത് ആഭ്യന്തരമായി പരിഹരിക്കേണ്ടത് ആ വിമാന കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ യാത്രക്കാരുടെ ആ ദുരിതം, ആ യാത്രക്കാർ ഇതിൽ പങ്കാളികളെ അല്ല. അതാണ് യാത്രക്കാർ ചോദിക്കുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവനാണ് നഷ്ടമായത്. സ്വന്തം ഭാര്യയ്ക്ക് പോലും അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 8-ാം തീയതി
പോയി. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും ഈ എയർപോർട്ടിലേക്ക് ഭാര്യ അമൃത പോയി. 2 ദിവസവും തുടർച്ചയായി പോയിട്ടും യാചിച്ച് അപേക്ഷിച്ചു. കാര്യം തനിക്ക് തന്റെ ഭർത്താവ് ആശുപത്രിയിലാണ്, പെട്ടെന്നാണ് പൊടുന്നനെ അസുഖം മൂർച്ഛിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിച്ചത്. അവിടെ നിന്ന് അടിയന്തരമായി ബന്ധുക്കൾ എത്തണമെന്ന് ആവശ്യപ്പെടുന്നു. തനിക്ക് അങ്ങോട്ട് പോകണം. പകരം ഒരു സംവിധാനം ഒരുക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതർക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം, ഗൗരവതരമായ കാര്യം. ബന്ധുക്കൾ പറയുന്നത് ഈ മരണത്തിന് പൂർണ്ണമായ ഉത്തരവാദിത്തം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതരാണ്. അങ്ങനെയാണ് എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ പകര സംവിധാനം മാനേജ്മെന്റ് തന്നെ, അധികൃതർ തന്നെ ഒരുക്കണമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് അവർ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. മനു. ശരി, നിർഭൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ അനാസ്ഥയെ തുടർന്ന് ഈ രാജേഷിനെ ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ കുടുംബത്തിനോ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം അവിടെ അസുഖബാധിതനായി വീഴുമ്പോൾ പറഞ്ഞത് ഭാര്യയെ കാണണമെന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മസ്കറ്റിലേക്ക് പോകാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്തതാണ്. പക്ഷേ എയർ ഇന്ത്യ മാനേജ്മെന്റിന്റെ ജീവനക്കാരുടെ സമരം മൂലം അന്ന് വിമാനം ഓടിയില്ല. പകരം ഒരു യാത്രാ സൗകര്യം ഏർപ്പെടുത്താൻ എയർ ഇന്ത്യ തയ്യാറായതുമില്ല. അതുകൊണ്ട് തന്നെ ആ മാനേജ്മെന്റിന്റെ അത്തരത്തിലുള്ള അനാസ്ഥ കാരണം അവരുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാനുള്ള അവസരമാണ്, ജീവനോടെ കാണാനുള്ള അവസരമാണ് ആ കുടുംബത്തിന് നഷ്ടമായത്. ഇന്നിപ്പോൾ മൃതദേഹം നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. വലിയ പ്രതിഷേധം അതിനെതിരെ ബന്ധുക്കൾ ഉയർത്തുകയാണ്. എയർ ഇന്ത്യ മാനേജ്മെന്റ് മറുപടി പറയണം. നീതി കിട്ടും വരെ സമരം തുടരുമെന്നാണ്, എയർ ഇന്ത്യ ഓഫീസിന് മുൻപിൽ സമരം തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എയർ ഇന്ത്യ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് യാത്ര മുടങ്ങിയതിനോ മരണം സംഭവിച്ചതിനോ ഞങ്ങൾ ആരും ഉത്തരവാദിയല്ല എന്ന നിലപാടാണ് അവരുടെ മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. അത് ശരിയായ സമീപനമല്ല എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉയർന്നു വരുന്നത്. വിവരങ്ങളാണ് നിർഭൻ നൽകിയത്.